നബിദിനം നമ്മൾ നല്ല ബിദഅത്താണെന്നും പറയുന്ന പല കൂട്ടരുണ്ട്. പക്ഷെ ഈ നല്ല ബിദഅത്തിന്റെ ഒന്ന് എനിക്ക് തരും. ചോദ്യം വ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കും. നല്ല ബിദഅത്താണോ എന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ബിദഅത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ബിദഅത്ത് കുല്ലു ബിദഅത്തിൻ ളലാല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ അഹ്ദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മതത്തിൽ ആരെങ്കിലും വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ ദീനിലില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മതത്തിൽ പുതുതായിട്ടുണ്ടാക്കുന്നത്? അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇബ്തദഅ എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുണ്ടാക്കി എന്നാണ്. അപ്പോൾ മതത്തിൽ എന്തൊരു കാര്യവും പുതുതായിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താ? പുത്തനാചാരമാണ്. അത് ഇസ്ലാമിലുള്ളതല്ല. അങ്ങനെ ഒരാൾക്ക് ഉണ്ടാക്കാൻ അധികാരമുണ്ടെങ്കിൽ ഇസ്ലാമിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഇവിടെ ഒന്നും നിൽക്കൂല. അതെ, ആർക്കും എത്ര വേണമെങ്കിലും ഉണ്ടാക്കാലോ. ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നതുകൊണ്ട് അതിനെ ആഘോഷമാക്കി. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ ദിവസം. അതെ, നുബുവത്ത് ലഭിച്ച ദിവസം. വളരെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലേ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൻ ഫത്ഹിലൂടെ ഇസ്ലാമിൻ്റെ വിജയം ഉറപ്പിച്ച ഒരു ദിവസം. ഇങ്ങനെ നോക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾ ഇസ്ലാമിൽ ആഘോഷിക്കാൻ വകുപ്പുണ്ട്. അത് ഓരോന്നും ഇങ്ങനെ ആഘോഷമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കലണ്ടറിൽ മുഴുവൻ ചുവപ്പായി പോവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലവിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ആഘോഷം അതാണ്ട് മാറ്റി വെച്ചിട്ടാണ്. ആഘോഷം എന്നത് ദീനാണ്, ശറഅാണ്. അതാണ്ട് മാറ്റിയിട്ടാണ് 2 ആഘോഷങ്ങൾ ഇസ്ലാം വെച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ആഘോഷങ്ങളാണ്. വിനോദവും കളിയുമായി കഴിഞ്ഞിരുന്ന ആഘോഷമാണ്. നബി ഇത് അത് നിങ്ങൾ ആഘോഷിച്ചോളൂ. ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് വേറെ 2 ഉണ്ട്, ഇതും കൂടി നിങ്ങൾ ആഘോഷിക്കൂ എന്നല്ല പറഞ്ഞത്. ആഘോഷം ഇസ്ലാമിൽ ശരീഅത്താണ്, നിയമമാണ്, മതനിയമങ്ങൾ. പറഞ്ഞു വരുന്നത് നല്ല ബിദ്അത്ത് എന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ശരീഅത്താണ്. ഒരു വാചകം കൂടി പറഞ്ഞതാണ്, ശരീഅത്താണ്. ഈ ശരീഅത്ത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നല്ല ബിദ്അത്ത് എന്നത് ഒന്ന് ഇസ്ലാമിലില്ല. അത് മസ്ലഹത്തിൻ്റെ ഭാഗമായിട്ട്, മതത്തിൻ്റെ ഭാഗമല്ല, മസ്ലഹത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഉദാഹരണമായിട്ട് നമ്മളൊരു വിവാഹം, ആ വിവാഹം ഇസ്ലാമിലൊരു വലിയും അതേപോലെ തന്നെ 2 സാക്ഷികളും വരനും ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹം റെഡിയായി കഴിഞ്ഞു. ആ വിവാഹം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു നല്ല പ്രവർത്തനമാണ്. കാരണം എന്താണ്? മസ്ലഹത്തിൻ്റെ ഭാഗമാണ്. നിഷേധിക്കപ്പെടാതിരിക്കാനും അവകാശങ്ങൾ ലഭിക്കാനും ഒക്കെ വേണ്ടി ചെയ്തിട്ടുള്ള ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്കേ നല്ല ബിദ്അത്ത് എന്ന് പറയാവൂ. ദീനിൽ ഉണ്ടാക്കുന്ന ഒരു ആചാരത്തിന് നല്ല ബിദ്അത്ത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അലം.